ഹേ ഓൾ, വെൽക്കം ബാക്ക്. ഒരു ബ്യൂട്ടിഫുൾ ഫ്രൈഡേ ആണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്. റിയാദിലെത്തിയിട്ടുള്ള ഫ്രൈഡേയ്സ് എനിക്കിന്നൊരു പോസിറ്റീവ് എനർജിയാണ് തരാറുള്ളത്. ഞാൻ മാക്സിമം അന്നൊരു പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഒന്നുമല്ല, അന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കും, അല്ലെങ്കിൽ ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡായിരിക്കും. എനിക്ക് തോന്നുമ്പോൾ ഞാൻ അല്ലാത്ത ദിവസം ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടാകും. അത് കഴിക്കുമ്പോഴായാലും അങ്ങനെ സ്പെഷ്യൽ ഫുഡായിരിക്കും. ബിരിയാണി കഴിക്കാമല്ലോ. എനിക്ക് ബിരിയാണി ഭയങ്കര ബിരിയാണി ലവറൊന്നും അല്ല ഞാൻ, പക്ഷേ ഇവിടെ വന്നിട്ടാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പഠിച്ചത് കേട്ടോ. നോർമലി വീട്ടിൽ നിന്നാകുമ്പോൾ ഞാൻ കുക്ക് ചെയ്യാറേ ഇല്ല, എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽപ്പ് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ടാണ് എൻ്റെ കുക്കിംഗ് സ്കില്ലൊക്കെ എനിക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. എൻ്റെ ഉമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും, ഉമ്മ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. പക്ഷേ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ആ ഒരു കൈപ്പുണ്യം എനിക്ക് കിട്ടിയിട്ടില്ല എന്നെല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് കിട്ടിയിട്ടില്ല എന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ അതിന് മാത്രമൊന്നും വീട്ടിലിരുന്നിട്ട് കുക്ക് ചെയ്യാറില്ല. ഇനി ഞാൻ എന്ത് കുക്ക് ചെയ്താലും എൻ്റെ വീട്ടിലെ ആൾക്കാർ പറയും, ഇതെന്താ ഇങ്ങനെ, അതെന്താ ഇങ്ങനെ. അപ്പോൾ എനിക്കതൊരു എന്താ പറയുക, എനിക്കത് ഇഷ്ടമല്ല കേൾക്കുന്നത്. ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് കുക്ക് ചെയ്ത് അവർ ജസ്റ്റ് അതൊരു തമാശക്ക് പറയുന്നതായിരിക്കും. ഇഷ്ടമില്ല എന്നല്ല, ഞാനപ്പോൾ വിചാരിക്കും ഞാൻ ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ട് ആരൊന്നും കഴിക്കണ്ട എന്നുള്ളൊരു മൂഡാണ് എനിക്കുണ്ടാവാറ്. അങ്ങനെയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറ്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നൊന്നും കുക്ക് ചെയ്യാറില്ല. ഞാനൊരു ചായ ഉണ്ടാക്കി കൊടുത്താൽ പോലും എൻ്റെ ബ്രദർ ആണെങ്കിലും വീട്ടിലുള്ള വേറെ ആരെങ്കിലും ആണെങ്കിലും അവരതിന് ചുമ്മാ ഇങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു മൂഡ് അങ്ങ് പോകും. അങ്ങനെ രാവിലെ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഒരു ക്രോയിസൻ്റ് എല്ലാം കഴിച്ചിട്ട് അതിൻ്റെ രാവിലെ മോർണിംഗ് അങ്ങനെ തുടങ്ങുകയാണ്. പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനൊക്കെ റെഡിയാക്കി. ബീഫാണ് കേട്ടോ. ബീഫ് ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ബീഫ് നോക്കിയിട്ട് വാങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ പാളിപ്പോകും, അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ ഓൾറെഡി നമുക്ക് നാട്ടിൽ ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷേ എന്നാലും നമ്മൾ കുറച്ചുകൂടി നല്ല സ്ഥലത്തു നിന്നും, അതുപോലെ ഒരു പ്രാവശ്യം എവിടുന്നെങ്കിലും വാങ്ങിയിട്ട് പാളിയാൽ പിന്നെ നമ്മൾ ആ സ്ഥലത്തു നിന്ന് വാങ്ങാറില്ലല്ലോ. അതന്നെയാണ് ഓരോ സ്ഥലം ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ബീഫ് എവിടെ നിന്നാണ് നല്ലത് കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തൊരു ഹൈപ്പർ ബഫ വന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറ്. അവിടെ നിന്ന് വലിയ കുഴപ്പമുണ്ടാവാറില്ല. അങ്ങനെ ഞാൻ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയാണ് രാവിലെ എണീക്കാനാണെങ്കിലും എന്തെങ്കിലും പുതിയതായിട്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കുറച്ചുകൂടി വെറൈറ്റി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല. എൻ്റെ ഷോർട്സൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് അതിലുണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചെയ്യാറില്ല. പ്രത്യേകിച്ചുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ഇപ്പോൾ ഭയങ്കര ഒരു മടി ആക്കുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ. അപ്പോൾ പിന്നെ തണുപ്പായതുകൊണ്ട് നമ്മൾ മടി പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കും, എപ്പോഴും ഇങ്ങനെ കിടക്കാറാണ് പതിവ്. അപ്പോൾ കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്യാനാണെങ്കിലും, കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം വേറെ ഒന്നുമല്ല, നമുക്ക് എപ്പോഴും ഇങ്ങനെ കൈ നനച്ചുകൊണ്ടിരിക്കേണ്ടി വരില്ലേ, വാഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എനിക്ക് കയ്യിലാണെങ്കിൽ ഒരു സാധനം ഇരിക്കുന്നതേ ഇഷ്ടമല്ല, ഞാൻ എപ്പോഴും കൈ വാഷ് ചെയ്തുകൊണ്ടാണ്. പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് വെജിറ്റബിൾസ് വാഷ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ബാക്കി എന്ത് സംഭവമാണെങ്കിൽ നമ്മൾ വാഷ് ചെയ്തിട്ടാണല്ലോ ഉപയോഗിക്കുക. പിന്നെ പാത്രങ്ങളാണെങ്കിലും നമുക്കത് കഴിഞ്ഞ് വാഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ മാക്സിമം ചുരുക്കി സാധനങ്ങളൊക്കെ ചുരുക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറാണ് പതിവ്. ഓൾമോസ്റ്റ് നമ്മൾ അധികം ഒരുപാട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ശീലമുള്ളതുകൊണ്ട് തന്നെ അത് മാറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, അധികം പുറത്തുനിന്ന് കഴിച്ചാൽ നമ്മുടെ ഹെൽത്തിന് തന്നെ അത് ഭയങ്കര ഇഷ്യൂ ആണ്. ഇവിടെ വന്നാലാണ് അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നാട്ടിൽ പോയാൽ ഏതായാലും പുറത്തുനിന്നാണ് കഴിക്കുക, കാരണം നാട്ടിൽ നിന്ന് പിന്നെ രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പുറത്തുനിന്ന് ഇനി എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം പുറത്തുനിന്ന് കഴിക്കും. ഇവിടെ നിന്നാണെങ്കിൽ അത് കുറച്ച് കൂടുതലാണ്. ലഞ്ച് എന്തായാലും മാക്സിമം വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഡിന്നറിൻ്റെ കാര്യമാണ് കുറച്ച് പ്രശ്നം. അപ്പോൾ അതിങ്ങനെ ഒന്ന് മാറ്റിക്കൊണ്ട് വരികയാണ് ഞാൻ. അതുപോലെ തന്നെ ഹെൽത്ത്, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ആ പ്രശ്നം നന്നായിട്ടുണ്ട്. അപ്പോൾ അതും മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വാക്കിന് പോകുന്നത് ഞാൻ പറഞ്ഞില്ല, 2 കിലോമീറ്റർ നടക്കാനും ആ സംഭവങ്ങളൊക്കെ. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ദമ്മിടുക എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു തെറാപ്പി പോലെയാണ് കേട്ടോ.
അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഈ ദമ്മിടുന്ന പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ ദമ്മിടുന്നതും ദമ്മ് പൊട്ടിക്കുന്നതും അതൊരു എന്തോ ഒരു ഭയങ്കര ഫീൽ വരുന്നൊരു സംഭവമാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം ഇതിൽ എത്ര അളവിൽ സംഭവങ്ങൾ ചേർക്കണം, എന്തൊക്കെ ചേർക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു റിലേറ്റീവ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ബിരിയാണി എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവില്ല, 2 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവില്ല, 3 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഒന്നും അത് ശരിയാവില്ല. നമ്മളത് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ശരിയായിട്ട് വരുള്ളൂ. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് ട്രൈ ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വരുമ്പോഴാണ് ഞാൻ ബിരിയാണി ട്രൈ ചെയ്ത് അങ്ങനെ ഇപ്പം എൻ്റെ ബിരിയാണി ഭയങ്കര ടേസ്റ്റി ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു ബിരിയാണി ആയിട്ടുണ്ട്. അതാണ് എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റ്. പിന്നെ എൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി കഴിക്കുന്ന ആൾക്കാരും എനിക്ക് സപ്പോർട്ട് തരാറുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ സപ്പോർട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കിഷ്ടമാണല്ലോ. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ച് ഞാനൊരു ഈവനിങ് വാക്കിന് ഇറങ്ങി. നല്ല കാറ്റുണ്ടായിരുന്നു. ആ കാറ്റത്ത് മോനെന്താ സ്പൈഡർമാനാണെന്ന് പറഞ്ഞിട്ട് ഓടുന്ന ഒരു സംഭവമാണ്. ഭയങ്കര കാറ്റുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റായിട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമൊന്നും നടക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് കയറിയിട്ട് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡ്രാമാസ് വാച്ച് ചെയ്യാറുണ്ട്, ഒരുപാട് ഡ്രാമാസ്. എക്സോക്കിറ്റിയുടെ സീസൺ 2 ഇറങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രാമാസ് ഇഷ്ടമാണെങ്കിൽ പോയി വാച്ച് ചെയ്യുക. സീസൺ 1 കാണാതെ സീസൺ 2 കണ്ടിട്ട് ഒരു കാര്യമില്ല. അടിപൊളിയാണ്, കുഴപ്പമില്ല, നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഡ്രാമയൊക്കെ വാച്ച് ചെയ്തിട്ട് അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം, എൻ്റെ ഒരു വെള്ളിയാഴ്ച ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരേക്കും ടാറ്റാ.